ചിക്കൻ ഇഷ്ടമുള്ളവർ ഈ റെസിപ്പി എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. ഇത് സാധാരണ ഒരു ചിക്കൻ റെസിപ്പി അല്ല. ഒരു തവണ ഉണ്ടാക്കിയാൽ വീട്ടുകാരെല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ടർക്കിഷ് ചിക്കൻ റെസിപ്പിയാണ്. ടർക്കിഷ് എന്ന് പറയുമ്പോൾ അധികം സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. നമുക്ക് 1 കപ്പ് പാല് വേണം, അതുപോലെ തന്നെ 2-3 സ്പൂണ് മൈദ വേണം, ചില്ലി ഫ്ലേക്സ് വേണം, ഒറിഗാനോ വേണം, പിന്നെ ഒരു 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 3-4 ടീസ്പൂൺ നമ്മുടെ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് നമുക്ക് പാൻ ചൂടായതിന് ശേഷം ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. നമ്മൾ ഇതിന് യൂസ് ചെയ്യണത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ വെന്ത് കിട്ടാറുണ്ട് കേട്ടോ, ഒരു ഫ്രൈ ആയിട്ട് കിട്ടാറുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാമേ. ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ശേഷം നമ്മൾ തുറക്കുമ്പോൾ നമുക്കിതിങ്ങനെ നല്ല ഫ്രൈ പോലെ ഉണ്ടാവും. ഇനി നന്നായിട്ട് എണ്ണയൊക്കെ വറ്റട്ടെ. ഇനി നമുക്ക് അടുത്തൊരു പാനിൽ ഒരു ക്യൂബ് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബട്ടർ ഒന്ന് ഇങ്ങനെ മെൽട്ടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാമേ. മൈദ ഇതിലേക്ക് ചേർത്തിട്ട് ബട്ടറും മൈദയും കൂടെ കട്ട ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് അതായത് ബട്ടറും മൈദയും കൂടെ നല്ലൊരു മിക്സായിട്ട് ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, 1 കപ്പ് പാൽ, ആ പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതാണ് നമ്മുടെ ടർക്കിഷിലേക്കുള്ള നമ്മുടെ മിക്സ്. നല്ല ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കോളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. കുറച്ച് നേരം നമ്മൾ കൈവിട്ട് നിൽക്കുമ്പോഴേക്കും തന്നെ ഇത് കട്ടയാവും. കട്ടയൊന്നും ആവാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി അടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒറിഗാനോ ഉണ്ടല്ലോ, 1 സ്പൂൺ ഒറിഗാനോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കോളൂ കേട്ടോ. ഇളകുമ്പോൾ ഒരു ചെറുതായിട്ടൊരു എന്താ പറയുക, നമ്മുടെ പാലട പ്രഥമനൊക്കെ പോലെ ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു ക്രീമി ടെക്സ്ചർ വരും. അപ്പോൾ നമുക്കത് നമ്മൾ നേരത്തെ ചിക്കൻ റെഡിയാക്കിയിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ടർക്കിഷ് ചിക്കൻ. അപ്പോൾ ടർക്കിഷ് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായിട്ടില്ല, ഒരു ഹാഫ് ഇതിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമി മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മൊസറല്ല ചീസാണ് കേട്ടോ. അത് നമ്മൾ ഇതിൻ്റെ മേലേക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ചീസ് നന്നായിട്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മുടെ മല്ലിയില തൂവി കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ചില്ലി ഫ്ലേക്സ്, അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇപ്പോൾ ഒരു 90% ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീസെല്ലാം മെൽട്ടായി വരുന്നതിനായിട്ട് അടിപൊളിയായിട്ടുള്ള കാണാൻ, അതായത് പച്ചയും ചുവപ്പും ഒക്കെ ആയിട്ട് വെള്ളയൊക്കെ ആയിട്ട്, അപ്പോൾ അടിപൊളി മണമാണ് കേട്ടോ. ഇനി ചീസ് മെൽട്ടായിട്ട് വരാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടർക്കിഷ് ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ആ ചീസിൻ്റെ മണവും മസാലയുടെ മണവും ഒക്കെ കൂടെ നല്ല മണമാണ്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നും ഒരേ രീതിയിലുള്ള ചിക്കൻ റെസിപ്പീസ് ട്രൈ ചെയ്യാതെ ഇതിലിപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ്, അതും വെറൈറ്റി റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. ഇത് റൊട്ടിക്കും ചപ്പാത്തിക്കും, ഞങ്ങൾ കഴിച്ചത് റൈസിനായിരുന്നു. റൈസിനും അടിപൊളി കോംബോ ആണ് കേട്ടോ. കാരണം
ചിക്കൻ്റെ എരിവും നമ്മുടെ ചീസും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പൈസിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്